ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏഷ്യയിലെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ, സൗത്ത് കൊറിയൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക്, അതുപോലെ തന്നെ റസൽ 2000 ഇൻഡെക്സ്, S&P 500 ഇൻഡെക്സ്, ഈ 3 ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് സ്ലൈറ്റ്ലി വീക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൗ ജോൺസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം നമ്മൾ ടെക്നോളജി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെസ്ല ബെറ്റർ ആയിരുന്നു, ആൽഫബറ്റ് ബെറ്റർ ആയിരുന്നു, മെറ്റാ പ്ലാറ്റ്ഫോം ബെറ്റർ ആയിരുന്നു. അതേസമയം എൻവിഡിയ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഈ സ്റ്റോക്കുകളൊക്കെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അമേരിക്കയിൽ ഹാർഡ്വെയർ റിലേറ്റഡ്, മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോൺ ഇന്നലെ അറൗണ്ട് 11% റാലി ചെയ്തിട്ടുള്ളത്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. AMD പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡ്കോം ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സീഗേറ്റ് ടെക്നോളജീസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന കമ്പനി തന്നെയാണ്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാൻഡിസ്ക് വലിയ റാലിയാണ് സാൻഡിസ്കിൽ ഇന്നലെ കണ്ടിട്ടുള്ളത്. സാൻഡിസ്ക് ഇന്നലെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഡെൽ ടെക്നോളജീസ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോൽകോം ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ്. ടിക്ടോക്ക് ആയിട്ടൊരു ടൈപ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാൽകോമിനെ സംബന്ധിച്ചും ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെയുണ്ട്. കാൽകോമും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്ലൈഡ് മെറ്റീരിയൽസ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല ഹാർഡ്വെയർ റിലേറ്റഡ്, മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളും വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മുന്നേറ്റം അടുത്ത ദിവസങ്ങളിലും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മോർണിംഗിൽ ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ SK ഹൈനിക്സ് ഫ്ലാഷ് മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മോർണിംഗ് പോഡ്കാസ്റ്റിലും സൺഡേ പോഡ്കാസ്റ്റിലൊക്കെ സൂചിപ്പിക്കുന്ന സ്റ്റോക്കാണ്. വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ SK ഹൈനിക്സിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഏഷ്യയിൽ നിന്നുള്ള 3ാമത്തെ കമ്പനിയാണ് SK ഹൈനിക്സ് $1 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്രോസ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ സാംസങ് ക്രോസ് ചെയ്തിരുന്നു. അതിന് മുമ്പ് തൈവനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയും ഈ $1 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്രോസ് ചെയ്തിരുന്നു. ചൈനയിൽ നിന്നൊന്നും തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളില്ല. അതേസമയം മിഡിൽ ഈസ്റ്റിൽ നിന്ന് സൗദി ആരോംകോ ഉണ്ട്. $1 ട്രില്യൺ മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത്. അപ്പം മെമ്മറി റിലേറ്റഡ്, ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഗ്ലോബലി വലിയ രീതിയിൽ റാലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SK ഹൈനിക്സ് ജാപ്പനീസ് കമ്പനിയാണ്. SK ഹൈനിക്സും ഫ്ലാഷ് മെമ്മറി റിലേറ്റഡ് കമ്പനിയാണ്. കിയോക്സിയ ഹോൾഡിങ്സിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും $1 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്ലാഷ് മെമ്മറി റിലേറ്റഡ്, ഹാർഡ്വെയർ റിലേറ്റഡ്, ഹാർഡ് ഡിസ്ക് റിലേറ്റഡ് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾ സെലക്റ്റീവ് ആയിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എൻവിഡിയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കൂടുകയാണ്. അതിൻ്റെ ഒരു വീക്ക്നെസ് ഒക്കെ എൻവിഡിയ സ്റ്റോക്ക് പ്രൈസിലുണ്ട്. അതേസമയം AMD, മൈക്രോൺ, ഒപ്പം മറ്റ് ഹാർഡ്വെയർ മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളും വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ കാണുന്നത്. അപ്പോൾ പൊതുവേ ഹാർഡ്വെയർ റിലേറ്റഡ് റാലിയാണ് ഇന്നൊക്കെ ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാണുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നീഷ് സെഗ്മെന്റിലുള്ള കമ്പനികളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റാലി നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒപ്പം സൗത്ത് കൊറിയയിൽ ഇന്നലെ മുതൽ സിംഗിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്റ്റോക്ക് ആയിരിക്കും അവിടെ ബേസിക് അസറ്റ് ആയിട്ട് ഹോൾഡിംഗ് ആയിട്ട് വരാൻ പോകുന്നത്.
12 സിംഗിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മേജറായിട്ടും ഇവർ എയിം ചെയ്യുന്നത് SK ഹൈനിക്സിൻ്റെയും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെയും സ്റ്റോക്ക് പ്രൈസസ് തന്നെയാണ്. പല രീതിയിലുള്ള ETF-കളും ഇവർ വീണ്ടും ലോഞ്ച് ചെയ്തേക്കാം. ഇതും മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $4,500 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സിൽവർ വളരെ സ്ട്രോങ് ആണ്, $76.75 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെയും അത്തരത്തിലുള്ള ലെവലിൽ തന്നെയായിരുന്നു. ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് സിൽവറിനെ സംബന്ധിച്ച് ധാരാളം ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യത മാർക്കറ്റ് റീബൗണ്ടിൽ സിൽവർ ആയിരിക്കുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം പ്ലാറ്റിനം ഓൾമോസ്റ്റ് കൺസോളിഡേഷൻ ലെവലിലാണ്. മറ്റു കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അലുമിനിയം പുതിയ 4-year ഹൈ ഇന്നലെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും പൊതുവേ ബെറ്റർ ആയിട്ടാണ് അലുമിനിയം, കോപ്പർ, സിങ്ക് ഈ കമോഡിറ്റികൾ ട്രേഡ് ചെയ്യുന്നത്. അയൺ ഓർ ഫ്ലാറ്റ് ആണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിലിൽ സ്ലൈറ്റ് വളാറ്റിലിറ്റി ഒക്കെയുണ്ട്. ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് $95.8 പെർ ബാരലിനും അതുപോലെ തന്നെ ജൂലൈ ഫ്യൂച്ചേഴ്സ് $99 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം റിലേറ്റഡ് ഡിസ്കഷനൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഖത്തറിൽ നിന്ന് ഈ ഡിസ്കഷൻ ആരംഭിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ എക്സ്പെക്റ്റേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും തന്നെ ഒരു സെറ്റിൽമെൻ്റ് ആവുമെന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. മറിച്ച് ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം സൂചിപ്പിക്കുന്നത് ഇറാൻ ഒരു സെറ്റിൽമെൻ്റ് ആവശ്യമാണ്. അതേസമയം ന്യൂക്ലിയർ റിലേറ്റഡ് കാര്യങ്ങളിലൊക്കെ ഇറാൻ വളരെ കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ്. അമേരിക്കയും കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലുള്ള ഡിസ്കഷന് ശേഷം എന്താണ് ഇത്തരത്തിലുള്ള സെറ്റ്മെൻറ്റ് വരാൻ പോകുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. മിനിഞ്ഞാന്ന് റിക്കവറി നടത്തിയിരുന്നു. ഇന്നലെ 95.68 രൂപ പെർ ഡോളറിനാണ് ഇന്ത്യൻ റുപ്പി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു വളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരുന്നു ഇന്നലെ. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കാണ്. മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. സ്മോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റാലിയിലൊക്കെ നല്ല രീതിയിൽ റാലി ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ള സെഗ്മെന്റ് ആയിരുന്നു മിഡ് ക്യാപ്പ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് സെഗ്മെന്റ് ഒക്കെ ആ സ്റ്റോക്കുകളിലുണ്ടാവുന്ന റാലി തീർച്ചയായിട്ടും ചെറിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ റീഫസ് ഇൻഡസ്ട്രീസ്, രാംരത്നം വൈഎസ്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത് കെയർ, JK ടയർ, സെങ്കോ ഗോൾഡ്, കരാരോ ഇന്ത്യ, ശൃംഗാൽ ഹൗസ് ഓഫ് മംഗൾസൂത്ര, ലാൻഡ്മാർക്ക് കാർസ്, അതുപോലെ തന്നെ ഗാന്ധാർ ഓയിൽ ഈ കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് Q4 റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂബിലന്റ് ഇൻഗ്രേവിയ അവർ മുമ്പ് നടത്തിയിട്ടുള്ള എക്സ്പാൻഷൻ്റെ ഒക്കെ ബെനിഫിറ്റ് അടുത്ത വർഷങ്ങളിൽ കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. KEC ഇന്റർനാഷണൽ 1303 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാരിക്കോ ഹെയർ ക്ലീൻസിങ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. HG ഇൻഫ്ര പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. L&T ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട് മെയ് മാസത്തിൽ. അതുപോലെ തന്നെ സാത്വിക് ഗ്രീൻ 171 കോടി രൂപ വരെ സോളാർ PV മോഡ്യൂൾസിനുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ബ്രാൻഡ്സ് പുതിയ പ്രൊമോട്ടേഴ്സ് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ്. 70 രൂപ പെർ ഷെയറിന് ഓപ്പൺ ഓഫറും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹീറോ മോട്ടോ കോർപ്പ് മറ്റ് കമ്പനികളുടെ പെർഫോമൻസും സെയിൽസ് ഫിഗറൊക്കെ ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അണ്ടർ പ്രൈസ്ഡാണ് ഹീറോ മോട്ടോ കോർപ്പ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ അടുത്ത മാസങ്ങളിലൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ഹീറോ മോട്ടോ കോർപ്പ്. ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുള്ള
ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻ ഇന്നും കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്തിരുന്ന, അതായത് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ ഓവർസീസ് ഇക്വിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കഴിഞ്ഞ മാസങ്ങളും അതുപോലെ തന്നെ ഇന്നലേക്കായിട്ട് സജസ്റ്റ് ചെയ്ത ETF-കളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റൗണ്ട് ഹിൽ ഹ്യൂമനോയിഡ് റോബോട്ടിക് ETF ഫണ്ട് നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്ത പ്രൈസിൽ നിന്ന് 3% ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൗണ്ട് ഹിൽ മെമ്മറി ETF നമ്മൾ ഇന്നലെ സജസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ 14.56% ഇന്നലെ ഗെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഗ്ലോബൽ എക്സ് റോബോട്ടിക് ആൻഡ് AI ETF 1.5% ഗെയിൻ ചെയ്തിരിക്കുന്നത്. ക്രെയിൻ സേഴ്സ് ഗ്ലോബൽ ഹ്യൂമനോയിഡ് ETF ഇന്നലെ 3.69% ഗെയിൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ETF-കൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഓവർസീസ് സ്റ്റോക്കുകളിൽ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് NSE INX-ൽ കൂടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ റെസിഡന്റ് ഇൻഡിവിജ്വൽസിനും അതുപോലെ തന്നെ NRIസിനും ഈ ETF-കളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് സ്റ്റോക്കുകൾ IonQ ഇന്നലെ വീണ്ടും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം റിഗേറ്റി കമ്പ്യൂട്ടിംഗ് അതുപോലെ തന്നെ D-Wave ക്വാണ്ടം ഈ സ്റ്റോക്കുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ്. പക്ഷേ മുൻ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ റാലി നടത്തിയിരുന്നു. അതിനുശേഷം സ്ലൈറ്റ്ലി വീക്കാണ് ഇന്നലെ. ഒപ്പം നമ്മൾ പുതിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് സാൻഡിസ്ക്, മൈക്രോൺ, AMD നമ്മൾ 2 മാസത്തിന് മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നു. ആ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഡബിൾ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം പഴയ ജയന്റ് ആയിട്ടുള്ള ടെക്സാസ് ഇൻസ്ട്രുമെന്റ്, അനലോഗ് ഡിവൈസസ്, ഓൺ സെമി കണ്ടക്ടേഴ്സ് നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അടുത്ത 2-3 വർഷത്തേക്ക് വലിയ രീതിയിലുള്ള ഗെയിൻ ആണ് ബിസിനസ് റവന്യൂവിന്റെ കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് റിയാക്ഷനിൽ താഴെ വരുന്ന അവസരങ്ങളിൽ ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് NSE INX-ൽ കൂടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഇൻഡിവിജ്വൽസിന്, അതായത് റെസിഡന്റ് ഇൻഡിവിജ്വലിന് ഒരു വർഷം $2.5 ലക്ഷം ഓവർസീസ് സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻട്രാഡേ ട്രേഡിംഗ് സാധിക്കില്ല. അതോടൊപ്പം തന്നെ ടാക്സേഷൻ നോക്കുകയാണെങ്കിൽ ഓവർസീസ് ടാക്സ് 0 ആണ്. അതേസമയം ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഷോർട്ട് ടൈമിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇന്ത്യയിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നോർമൽ ടാക്സ് ബ്രാക്കറ്റിലാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതേസമയം 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കൊണ്ടുവരുന്നതെങ്കിൽ 12.5% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും റൂപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ ഓവർസീസ് മാത്രമാണ് ഇത്തരത്തിൽ നീഷ് സ്റ്റോക്കുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നീഷ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റുപ്പി ഡിപ്രീസിയേഷൻ്റെ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ സ്റ്റോക്കുകൾ ഉണ്ടാവുന്ന അപ്രീസിയേഷൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഓവർസീസ് ടാക്സ് ഫ്രീ ആണ്. ഇന്ത്യയിൽ നമ്മൾ ഷോർട്ട് ടൈം ആയിട്ട് വരികയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മുടെ നോർമൽ ടാക്സ് ബ്രാക്കറ്റിലാണ്. ലോങ് ടൈം 12.5%. അപ്പോൾ ഈ അവസരം എല്ലാ ഇൻവെസ്റ്റേഴ്സും യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബാങ്കുകളൊക്കെ വളരെ എഫക്റ്റീവായിട്ടാണ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് ഒരു വൊളാറ്റിലിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. മറിച്ച് ഈ സംഘർഷം ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സെറ്റിൽമെന്റിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. അതേസമയം അടുത്ത മാസം തീർച്ചയായിട്ടും RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ US-ലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ജപ്പാനിലും അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഗ്ലോബലി വീണ്ടും ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക്, ഇൻഫ്ലേഷൻ്റെ ഭീതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഒരു വൊളാറ്റിലിറ്റി വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോറീസ് അവൈലബിൾ ആണ്. ഒപ്പം ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ
ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.